ഹായ് ഫ്രണ്ട്സ്, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ASHൻ്റെ ഒരു പുതിയ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഓക്കെ, നമ്മൾ ഇന്ന് സെക്കൻഡ് ഇയറിലെ ബോട്ടണി ചാപ്റ്ററുകളെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. അത് നമുക്ക് സെക്കൻഡ് ഇയറിലെ മൊത്തം സിലബസിലൊന്ന് ജസ്റ്റ് പരിചയപ്പെടാം അല്ലേ. 4 യൂണിറ്റായിട്ട് 8 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിലെ ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസ്. സെക്കൻഡ് ചാപ്റ്റർ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ്. മൂന്നാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് സ്ട്രാറ്റജീസ് ഫോർ എൻഹാൻസ്മെൻറ്റ് ഇൻ ഫുഡ് പ്രൊഡക്ഷൻ. ഓക്കെ, ഇനി മൂന്നാമത്തെ യൂണിറ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ചാപ്റ്ററുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഒന്ന് ബയോടെക്നോളജി പ്രിൻസിപ്പിൾ ആൻഡ് പ്രോസസ് ആൻഡ് ബയോടെക്നോളജിയുടെ ആപ്ലിക്കേഷൻസ്. നാലാമത്തെ യൂണിറ്റിൽ 3 ചാപ്റ്ററുകൾ, അതായത് ഓർഗാനിസം. ഓക്കെ, നമ്മൾ നമ്മുടെ പാഠത്തിലേക്ക് വരികയാണ്. റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസം. വാട്ട് ഈസ് ദി റീപ്രൊഡക്ഷൻ? എന്താണ് റീപ്രൊഡക്ഷൻ? ഇറ്റ് ഈസ് ദി ബയോളജിക്കൽ പ്രോസസ് ഇൻ വിച്ച് ആൻ ഓർഗാനിസം പ്രൊഡ്യൂസ് ന്യൂ ഇൻഡിവിജ്വൽ. അതായത് ഒരു ഓർഗാനിസം അതിൻ്റെ ഇൻഡിവിജ്വൽസിന് ഉണ്ടാക്കിയെടുക്കുന്ന പ്രവർത്തനത്തെ വിളിക്കുന്ന പേരാണ് റീപ്രൊഡക്ഷൻ. റീപ്രൊഡക്ഷൻ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഈ റീപ്രൊഡക്ഷൻ പ്രധാനമായിട്ടും 2 തരത്തിലുണ്ട്: അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആൻഡ് സെക്ഷൽ റീപ്രൊഡക്ഷൻ. അപ്പോൾ ഇനി നമ്മൾ എന്താണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ, എന്താണ് സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്നുള്ള കാര്യങ്ങൾ നോക്കുന്നത്. ആദ്യം അസെക്ഷൽ റീപ്രൊഡക്ഷൻ നോക്കുക. ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് പ്രൊഡ്യൂസിങ് ന്യൂ ഇൻഡിവിജ്വൽ without involvement of gamete formation and fertilization. അതായത് ഗമീറ്റ് ഫോർമേഷനോ ഫെർട്ടിലൈസേഷനോ നടക്കാതെ പുതിയ ഓർഗാനിസങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോസസ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഈ അസെക്ഷൽ റീപ്രൊഡക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൽ ഒരു പാരന്റ് മാത്രം ഇൻവോൾവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ പ്രോജനീസ് ആർ ഐഡന്റിക്കൽ ആയിരിക്കും. അതേപോലെ തന്നെ പ്രോജനി എന്താണ്? ആർ ദി എക്സാക്ട് കോപ്പി ഓഫ് ദി പാരന്റ്. അതായത് ഒരു പാരന്റിൽ നിന്ന് വരുന്നത് കൊണ്ട് തന്നെ അതിന്റെ കുട്ടികൾ എന്തായിരിക്കും? അവ തമ്മിൽ ഐഡന്റിക്കൽ ആയിരിക്കും, ഒരേപോലെ തന്നെ ആയിരിക്കും. അതേപോലെ തന്നെ ഇതിന്റെ പ്രോജനികൾ എന്താണ്? പാരന്റിന്റെ അതേപോലെ തന്നെ ആയിരിക്കും. അപ്പൊ ഇത്തരത്തിൽ സിമിലർ ആയിട്ട് കാണപ്പെടുന്ന ഇവയെ വിളിക്കുന്ന പേരാണെന്ത്? ക്ലോൺസ് എന്ന് വിളിക്കുക. ഈ ക്ലോണിങ്ങിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? ക്ലോൺസ്. അത് തന്നെയാണ് ഇവിടെ ക്ലോൺസ് എന്ന് പറഞ്ഞത്. അതായത് ബോത്ത് ജെനറ്റിക്കലി ആൻഡ് മോർഫോളജിക്കലി സിമിലർ ഓർഗാനിസം ഈസ് കോൾഡ് ക്ലോൺസ്. നോക്കുക, നമ്മൾ പറയുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ അനിമൽസ് ആണ്. അനിമൽസിൽ ലോവർ ടൈപ്സ് ഓഫ് അനിമൽസിലാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ പ്രധാനമായിട്ടും കാണപ്പെടുന്നത്. അതായത് 2 രീതിയിലാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ: ബഡ്ഡിംഗ് ആൻഡ് ഫിഷൻ. അതിലെ ഒന്നാമത്തത് ബഡ്ഡിംഗ്. എന്താണ് ബഡ്ഡിംഗ്? ഏത് ഓർഗാനിസത്തിലാണ് ബഡ്ഡിംഗ് കാണപ്പെടുന്നത് എന്നാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ എ സ്മോൾ ബഡ് ഈസ് ഫോംഡ് ഓൺ ദി പാരന്റ് സെൽ ആൻഡ് ഇറ്റ് ഡിവൈഡഡ് ഇൻടു 2 ആൻഡ് ഫോം 2 ന്യൂ ഇൻഡിവിജ്വൽ. അതായത് ഒരു പാരന്റ് സെല്ലിന്റെ മേലെ ഒരു പാരന്റ് സെല്ലിന് മേലെ ഒരു ചെറിയ ബഡ് ഫോം ചെയ്യുകയും ഈ ബഡ് 2 ആയിട്ട് മാറുകയും അങ്ങനെ 2 പുതിയ ഇൻഡിവിജ്വൽ ഉണ്ടാവുകയും ചെയ്യുന്നു. അപ്പൊ അതിനൊരു ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ഈസ്റ്റ് എന്ന് പറയുന്ന യൂണിസെല്ലർ ഓർഗാനിസത്തിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ. ഈസ്റ്റിൽ നടക്കുന്നത് ബഡ്ഡിംഗ് ആണ്. ബഡ്ഡിംഗ് എന്ന് പറഞ്ഞ പ്രോസസ് ആണ്. അതായത് ഒരു ഈസ്റ്റ് ഓർഗാനിസം ആണ്. ആ ഈസ്റ്റ് ഓർഗാനിസത്തിന് മേലെ ഒരു ബഡ് ഫോം ചെയ്യുന്നു. ആ ബഡ് അതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്തിട്ട് പോയിട്ട് ഒരു പുതിയ ഓർഗാനിസമായിട്ട് മാറും. ഓക്കെ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ അനിമൽസ്. നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ്. അസെക്ഷൽ റീപ്രൊഡക്ഷൻ 2 തരത്തിലാണ് അനിമൽസ് നടക്കുന്നത്: ബഡ്ഡിംഗ് ആൻഡ് ഫിഷൻ. അതിൽ ബഡ്ഡിംഗ് എന്താണെന്ന് നമ്മൾ നേരത്തെ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് ബഡ് ഫോം ചെയ്യുന്നു, അതിൽ നിന്ന് പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്താണ് ഫിഷൻ. എങ്ങനെയാണ് ഫിഷൻ നടന്നിട്ട് ഒരു പുതിയ ഓർഗാനിസം ഉണ്ടാകുന്നത് എന്നാണ് നോക്കുന്നത്. ഇവിടെ നോക്കൂ, എന്താണ് ഫിഷൻ?
ആ ഒരു ഓർഗാനിസത്തെ അമീബയാണത്. ആ അമീബയെ ചിത്രം നോക്കുക. അതിൽ എങ്ങനെയാണ് ഫിഷൻ പ്രോസസ് നടക്കുന്നത്? ഇവിടെ ഇറ്റ് ഈസ് ദി പ്രോസസ് എ പാരന്റ് സെൽ ഈസ് ഡിവൈഡഡ് ഇൻടു 2 സെല്ല്. ഒരു പാരന്റ് സെല്ല് രണ്ടായിട്ട് മാറുന്നു. അങ്ങനെ മാറിയിരിക്കുന്ന ഓരോ സെല്ലും ഒരു പുതിയ ഓർഗാനിസമായിട്ട് മാറുന്നു, അല്ലെങ്കിൽ പുതിയ ഇൻഡിവിജ്വൽ ആയിട്ട് ഫോം ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോക്കുക, ഇവിടെ ഈ ഒരു സിംഗിൾ ഓർഗാനിസം 2 സെല്ലായിട്ട് മാറുന്നു. അങ്ങനെ ആ 2 സെല്ല് പുതിയ ഇൻഡിവിജ്വൽസ് ആയിട്ട് മാറുന്നു. ഇതിന്റെ കേസിൽ, അമീബയുടെ കേസിൽ അതിന്റെ ഉള്ളിൽ എന്തുണ്ട്? ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് വിഭജനം സംഭവിക്കുന്നുണ്ട്, ഡിവിഷൻ സംഭവിക്കുന്നുണ്ട്. അങ്ങനെ ഡിവിഷൻ സംഭവിച്ചിരിക്കുന്ന ആ സെല്ല്, ആ ന്യൂക്ലിയസ് ഓരോ സെല്ലിലേക്കും പോവുകയും അങ്ങനെ ഓരോ സെല്ലും പുതിയ ഇൻഡിവിജ്വൽ അല്ലെങ്കിൽ ഡോട്ടർ സെല്ലായിട്ട് മാറുന്നു. അപ്പൊ ഇത്തരത്തിൽ പുതിയ ഓർഗാനിസങ്ങൾ ഉണ്ടാകുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഫിഷൻ എന്ന് പറയുന്നത്. ഫിഷൻ ഫിഷനാണ് വിഭജിക്കുക, രണ്ടായിട്ട് മാറുന്നു. എക്സാമ്പിൾ. ഓക്കെ, നമുക്കിനി അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഇൻ അനിമൽസിലെ കാണപ്പെടുന്ന ചില അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സൂസ്പോർസ് എന്ന് പറയുന്നത്. സൂസ്പോർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഇൻ ക്ലാമിഡോമോണാസ്. ക്ലാമിഡോമോണാസിൽ കാണപ്പെടുന്ന ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് സൂസ്പോർ എന്ന്. ക്ലാമിഡോമോണാസ് എന്ന് പറയുന്നത് ഒരു ആൽഗയാണ്. ഈ ആൽഗയിൽ കാണപ്പെടുന്നതാണ് സൂസ്പോർസ്. ഇനി രണ്ടാമത്തതാണ് കൊനീഡിയ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, കൊനീഡിയ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ഇൻ പെൻസീലിയം. പെൻസീലിയം ഒരു ഫംഗസ് ആണ്. നമ്മൾ മൈക്കോളജി എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട് ഫംഗസിനെ പറ്റി. ആ ഫംഗസിൽ കാണപ്പെടുന്ന ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ്, ഫംഗസിലെ പെൻസീലിയത്തിൽ കാണപ്പെടുന്ന ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് കൊനീഡിയ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട മറ്റൊരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ബഡ് എന്ന് പറയുന്നത്. ഹൈഡ്ര പോലെയുള്ള ജീവികളിൽ കാണപ്പെടുന്ന ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ഈ ബഡ് എന്ന് പറയുന്നത്. ഹൈഡ്രയുടെ മേലെ ഒരു ചെറിയ ബഡ് ഫോം ചെയ്യുകയും ആ ബഡ് പോയിട്ട് പുതിയ ഓർഗാനിസമായിട്ട് മാറുന്നു. അപ്പോൾ അതാണ് ഹൈഡ്രയിൽ കാണപ്പെടുന്ന ബഡ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കാം, ബഡ് കറക്റ്റായിട്ട് കാണുന്നുണ്ട്. ഈ ബഡ് ഡിറ്റാച്ച് ചെയ്ത് പോവുകയും അങ്ങനെ പുതിയ ഓർഗാനിസമായിട്ട് മാറുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ ജമ്മ്യൂൾ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ജമ്മ്യൂൾ എന്ന് പറയുന്നത്. ഇത് സ്പോഞ്ചസ് പോലെയുള്ള ഓർഗാനിസങ്ങളിൽ കാണപ്പെടുന്ന ഒരു അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ് ജമ്മ്യൂൾ എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈ അസെക്ഷൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചർ, നന്നായി പഠിക്കുക. ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ പ്ലാന്റ്സ്. പ്ലാന്റ്സിലെ അസെക്ഷൽ റീപ്രൊഡക്ഷൻ എങ്ങനെയാണ് നടക്കുന്നത്? നമുക്ക് പ്ലാന്റ്സിൽ നടക്കുന്ന അസെക്ഷൽ റീപ്രൊഡക്ഷൻ നമ്മൾ പൊതുവെ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. That means the asexual reproduction in plants is called vegetative propagation. അപ്പോൾ ഇത്തരത്തിൽ ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാന്റ് പാർട്ടിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ. അതായത് the plant parts which are used for the vegetative propagation is called vegetative propagule. അപ്പോൾ ഇത്തരത്തിൽ ഒരുപാട് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഉണ്ട്. അതായത് ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി പ്ലാന്റ്സിൻ്റെ ഒരുപാട് ഭാഗങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രധാനപ്പെട്ട വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഏതൊക്കെയാണെന്ന് നോക്കുന്നത്. അതായത് വേരിയസ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. അതിൽ ഒന്നാണ് റൈസോം. റൈസോം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഓഫ് ജിഞ്ചർ. ഒരു ജിഞ്ചറിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിനെ വിളിക്കുന്ന പേരാണ് റൈസോം എന്ന് പറയുന്നത്. ഇപ്പം ഇത്തരത്തിൽ ഒരുപാട്
ചെടികൾ അല്ലെങ്കിൽ ഒരുപാട് പ്ലാന്റ്സിൻ്റെ റൈസോമുകൾ എന്തിനു ഉപയോഗിക്കുന്നുണ്ട്? വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. ജിഞ്ചറിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാന്റ്സിനെ, അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിനെ വിളിക്കുന്ന പേരാണെന്ത്? റൈസോം. ഒരു പ്രധാനപ്പെട്ട വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണെന്ത്? ട്യൂബർ എന്ന് പറയുന്നത്. ഇറ്റ്സ് അനദർ ടൈപ്പ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ്. ട്യൂബർ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഓഫ് പൊട്ടാറ്റോ. പൊട്ടാറ്റോയുടെ അല്ലെങ്കിൽ പൊട്ടാറ്റോ പ്ലാന്റ്സിന് അസെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാന്റ് പാർട്സ് ആണെന്ത്? ആ ട്യൂബർ. ആ ട്യൂബർ ആണെന്ത്? പൊട്ടാറ്റോയിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ എന്ന് പറയുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണെന്ത്? ബൾബിൽ എന്ന് പറയുന്നത്. അതായത് ഈ അഗേവ് എന്ന് പറയുന്ന പ്ലാന്റ്സിലെ, അഗേവ് പോലെയുള്ള ചെടികളിലെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്ന പ്ലാന്റ് പാർട്ടാണെന്ത്? ബൾബിൽ എന്ന് പറയുന്നത്. ഓക്കെ, മറ്റൊരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളാണ്, അതായത് നാലാമത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ആണെന്ത്? ലീഫ് ബഡ്സ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഈ നമ്മളൊക്കെ പണ്ട് സ്കൂളൊക്കെ പഠിക്കുന്ന സമയത്ത് ബുക്കിൻ്റെ അടിയിൽ ഒരു ചെടിയുടെ ലീഫ് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് മുളച്ച് വരുമെന്ന് പറയാറുണ്ട്, അല്ലേ? ഞങ്ങളുടെ നാട്ടിലൊക്കെ അത് അൽമാപ്പൊട്ടി എന്നൊക്കെയാണ് അതിൻ്റെ പ്ലാന്റ്സിനെ വിളിക്കുക. ബ്രയോഫില്ലം. അതായത് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഓഫ് ബ്രയോഫില്ലം ഈസ് കോൾഡ് ലീഫ് ബഡ്സ്. ഓക്കെ, ഇനി മറ്റൊരു വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസിലേക്കാണ് നമ്മൾ പോകുന്നത്. ഓപ്സെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് ഓഫ് വാട്ടർ ഹയാസിന്ത്. വാട്ടർ ഹയാസിന്ത് എന്ന് പറയുന്നത് കുളവാഴയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വാട്ടർ ഹയാസിന്ത്, ഐക്കോർണിയ എന്ന പേരിലൊക്കെ അറിയപ്പെടുന്ന കുളവാഴ. ഈ കുളവാഴയുടെ ആ തണ്ടുണ്ടല്ലോ, ആ തണ്ടാണ് എന്തിനു ഉപയോഗിക്കുന്നത്? ഒരു പുതിയ പ്ലാന്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വാട്ടർ ഹയാസിന്തിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? ഈ ഓപ്സെറ്റ് എന്ന് പറയുന്നത്. ഇനി അഞ്ചാമത്തെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾ ഏതെന്ന് നോക്കാം. ഇവിടെ റണ്ണറാണ്. അതായത് ഓക്സാലിസ്, പുളിയാറില എന്നൊക്കെ പറയും. ഓക്സാലിസ് പോലെയുള്ള ചെടികളുടെ ആ തണ്ടാണ് അസെക്ഷൽ റീപ്രൊഡക്ഷന് വേണ്ടി അല്ലെങ്കിൽ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതായത് ഓക്സാലിസ് ചെടിയിൽ അതിൻ്റെ വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂളായിട്ട് ഉപയോഗിക്കുന്ന ആരാണ്? ഇതിൻ്റെ റണ്ണറിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട വെജിറ്റേറ്റീവ്